അമ്പായിടാൻ പറഞ്ഞപ്പോ അത് ഒന്നെങ്കിൽ ഇരിക്കണം അല്ലെങ്കിൽ കൈ കൂറ്റണം. അത് രണ്ടും ഇല്ല. വരുമ്പോ അറിയാം അമ്മ പോയാ അതെ ആരാടി ഇവരെ പൊങ്കാല പോയത്? ആ നാളെയാണ്. അന്ന കടയിൽ നിന്ന് എവിടെന്നെങ്കിലും ചേർപ്പല ചെന്നിറങ്ങുമ്പോഴാണ് മേടിക്കാം. അപ്പൊ നടക്കുന്നത് ലാസ്റ്റൊന്നിനെ കണ്ടത് ഉമ്പ പാടി ഇത് പാടി ഉമ്പ അട്ടുമ്പ പാടി പാല് പാടി പാല് പാടി കണ്ടില്ലല്ലോ ഇന്നലെ നിലവിളൊക്കെ തൊഴാൻ കൊണ്ടുവന്നിട്ട് എവിടെ തൊഴാണ് കിടന്നിട്ട് പുള്ളി മുറിയെ ഇന്നലെ കണ്ടില്ല ഞാൻ ഇന്നലെ കണ്ടില്ല വന്നതേ ഉള്ളു. അല്ല അമ്പലത്തിപ്പത്തോണ്ട് ചായങ്കി അന്നോട് ഒരു ചിരിയൊക്കെ പാസ്സാക്കിക്കാൻ ഒരത്തേല് ഒരു ചിരിയൊക്കെ പാസ്സാക്കിക്കാൻ 50 എടുത്തില്ലേ? 50 പോയില്ലേ അവന്? ഇന്നലത്തെ കൊണ്ട് തീർന്നവളല്ലേ? എവിടാ? അവിടെ എവിടെയായിരുന്നു കളാൻ കൊടുത്തത്? നീ അവര് പണി കളാമ്പുറത്ത് കാർത്തിയെ കൊണ്ട് തീരും, ഞായറാഴ്ച കൊണ്ട് തീരും. ഞായറാഴ്ച നാളെ കൊല്ലപ്പള്ളി പൊങ്കാല. അപ്പൊ നാളെയാണോ പൊങ്കാല? എല്ലാ ക്ഷേത്രങ്ങളിലും പൊങ്കാലയാണോ? എല്ലാ ക്ഷേത്രങ്ങളിലും അല്ല, അങ്ങനെയല്ലേ? പിന്നെ മാരനാട്ട് മകരഭരണിക്കാണ്, പിന്നെ ചക്കുളത്ത് കാർത്തികയ്ക്കാണ് പറ്റിയത് പൊങ്കാല. പതുക്കെ വീഴ. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ ഇതിലാണ്, ഓരോ നാടിന് അങ്ങനെ പിന്നെ കണ്ടമംഗലത്തും ഉണ്ടാവൂല്ലോ. പിന്നെ വെള്ളിയാഴ്ച നാട്ടുകാർ പൊങ്കാലെന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ പോലെ ഇന്നലെ എവിടെയാണ് രാധയുടെ എന്നിട്ടത് അവിടെ പൊങ്കാലയാണ്. ഏതാണ്ട് പറഞ്ഞ കേട്ടത് നേരെ വിളിക്കണം. പിന്നെ ഭാരനട്ടമ്മയ്ക്ക് പൊങ്കാല വേണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇടുവേ പൊങ്കാല. പിന്നെ ഇപ്രാവശ്യം പിന്നെ 15 ലക്ഷം രൂപ മുടക്കി കൊണ്ടുപോയ ചാടാണ് വാങ്ങിക്കാൻ കയറ്റാതെ ഒരാളുടെ കൊണ്ട് മരിച്ചിട്ട്. അല്ല പിന്നെ വാരനാട്ട് ചാട് കൊണ്ടുവന്നു, ചാടി കയറി ഒരാൾ മരിച്ചേ, ഒരാളെ കാലും മൂർച്ച്. ഇപ്രാവശ്യം അറിഞ്ഞില്ലേ? വെള്ളിയാളം പരമേശ്വരന്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഇവിടെ നമ്മളെ ഈ എന്താണ് KSRTC സ്റ്റാൻഡില്ലേ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചാട് അമ്പലത്തിലോട്ട് കയറുന്ന സമയത്തേ ഗോപുരവാതിലൊക്കെ വെച്ചിട്ട് ജാമായി പോയി. ഗോപുരവാതിലും ചാടും കൂടി വന്ന് ചാട് ഒരു വശത്തായിട്ട് പോയി ഇയാളുടെ നെഞ്ചിന് ഇവിടെ ഇങ്ങനെ അമർന്ന് അയാളെ ഫോണും പിന്നെ പോക്കറ്റിൽ നിന്ന് പേഴ്സതൊക്കെ സാരി അടിക്കാൻ കൊടുത്തിട്ട് ഞാൻ ചാട് വലിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു പോയതാണെന്ന് പറഞ്ഞു. ചാട് പിന്നെ വലിച്ചു വാങ്ങിക്കൊണ്ടിരുന്നില്ലെന്ന് പറയുന്നു. ആ ചാട് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ 5 വർഷം മുമ്പ് അവര് ബുക്ക് ചെയ്താണ് ഈ ചാട്. ഞാൻ ചിറ്റയോട് പറഞ്ഞു, ഈ കഴിഞ്ഞ ഇതിന് അവരുടെ വീട്ടിലെ 2 പേർക്കല്ലാത്ത ബാക്കി എല്ലാവർക്കും ചിക്കൻ വന്നായിരുന്നു. പിന്നെ നാളെ ചാടറങ്ങനെ ഭരണിയാണെങ്കിൽ അച്ഛത്തിടന്ന് മഞ്ഞപ്പിത്തം ബാധിച്ച് ഇവരുടെ തൊട്ട് തെക്കേ വീട്ടിൽ അവിടൊക്കെ വീട്ടിലാണ് ഒരു മരിപ്പുണ്ടായി. 28 വയസ്സുള്ള ഞാൻ നമ്മുടെ പേപ്പറിലൊക്കെ വായിച്ചതാണ്. അപ്പൊ ഈ കാണിച്ചോളൂ മരണമായിട്ട് ഇത് വെച്ചപ്പോഴത്തേക്ക് പ്രസംഗത്തൊക്കെ പറഞ്ഞായിരുന്നു 5 മരണം ഉണ്ടാവും. അപ്പൊ ഈ വയലാറ് പറഞ്ഞ ആ ഏരിയയിൽ 5